സുമിയേ എന്തോ എന്താ പരിപാടി? എന്താ ബ്ലൂബെറി ഒക്കെ കൈ പിടിച്ചിരിക്കാനല്ലോ? ബ്ലൂബെറി മാത്രല്ല ചേട്ടാ, വേറൊരു സൂപ്പർ സാധനമുണ്ട്. നമുക്ക് ബ്ലൂബെറി മാത്രല്ലേ, നമ്മൾ വിചാരിച്ചു, നമ്മൾ ഒരുപാട് നാളായിട്ടേ നമ്മൾ നോക്കിയിരുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. അതെ, ആർക്കെങ്കിലും അറിയാവോ ഇതെന്നാന്ന്? നമ്മുടെ ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി വന്നിട്ടുണ്ടെന്ന്. ബ്ലാക്ക്ബെറി എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലാക്ക്ബെറി അല്ല ഇത്. നോക്കിക്കേ, മുള്ളില്ലാത്ത നല്ല കിടിലൻ ബ്ലാക്ക്ബെറി. അതായത് ഇത് നമ്മുടെ ചട്ടിയിലൊക്കെ വളർത്താം. നല്ല വലിപ്പമുള്ള നല്ല സൂപ്പർ കായ ഉണ്ടാവണേ. ഒട്ടും മുള്ളില്ലാത്തവരാണ്. കണ്ടോ, തുള്ളി പോലും മുള്ളില്ല. അതേ നോക്കിക്കേ, എൻ്റെ തണ്ടുകളൊക്കെ നോക്കി എത്ര ക്ലിയറാണ്. ഇതുപോലൊരു ബ്ലാക്ക്ബെറി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സാധാരണ നമ്മുടെ നാടുകളിൽ, കേരളത്തിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞിട്ട് ചീപ്പ് റേറ്റിന് ഒരുപാട് പേര് കൊടുക്കും. അതല്ല, ഇപ്പം നമ്മളൊക്കെ വെട്ടിക്കാട്ടി കളയുമായിരുന്നു. ആദ്യം നമ്മളും പറ്റിക്കപ്പെട്ടതാണ്. ആ ഒരു സാധനത്തിൻ്റെ മുള്ളില്ലാത്ത ട്രോപ്പിക്കൽ വെറൈറ്റി നല്ല കിടിലൻ പ്ലാന്റ്. നോക്കിക്കേ, സൈസ് നോക്കിക്കേ പ്ലാന്റിൻ്റെ. ഇത്രയും സ്റ്റോക്ക് ഉണ്ട്. കണ്ടോ, എത്ര സ്റ്റോക്കുള്ള നോക്കിക്കേ. എല്ലാരും ചോദിക്കുന്നുണ്ട് ബ്ലാക്ക്ബെറി ഉണ്ടോ, ബ്ലാക്ക്ബെറി ഉണ്ടോ, ബ്ലാക്ക്ബെറി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ബ്ലാക്ക്ബെറി കൊടുത്തിട്ടില്ലായിരുന്നു, ആർക്കും കൊടുത്തു. കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനം പഴയ വെറൈറ്റി ആയിരുന്നു. അത് ഉണ്ടാവില്ല, -ഡിഗ്രിയിലേ കായ്ക്കുള്ളൂ. നമ്മുടെ നാട്ടിൽ ചൂടുള്ള കാലാവസ്ഥയിൽ ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന നല്ല കിഡിലൻ ബ്ലാക്ക്ബെറിയാണ്. കണ്ടോ, ഇതിനൊരു മുള്ളു പോലും ഇല്ല. നമ്മുടെ ചട്ടിയിൽ വളർത്താം, വീടിൻ്റെ എവിടെ വേണേലും, അതായത് വീടിനോട് ചേർന്നൊക്കെ വളർത്താം. നേരത്തെയുള്ള ബ്ലാക്ക്ബെറി എന്നൊക്കെ പറഞ്ഞാൽ പിടിക്കാൻ പറ്റില്ല, മുള്ളാണ് അതുപോലെ. പക്ഷെ ഇതിലൊരു തുള്ളി പോലും മുള്ളില്ല. നല്ല കുറ്റിയായിട്ട് വളർന്ന് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ. അടിപൊളിയാണ്, സ്കിൻ ടോണിനൊക്കെ അടിപൊളിയാന്ന് പറയുന്നത്. ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത്. ഇത് നമ്മുടെ എവർഗ്രീറ്റ് ബ്ലൂബെറി എവർഗ്രീറ്റ് എന്നൊക്കെ പറയുന്നത് അടിപൊളി. ഇപ്പോഴും പൂക്കളൊക്കെ ഉള്ള ചെടികൾ തന്നെയാണ് ഇരിക്കുന്നത്. ഇത്രയും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അത്രയും കിട്ടിയില്ല, ഇത്രയും സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ചോദിച്ചോളൂ, അതും തരാം. ദേ കണ്ടോ, ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കുള്ളതൊക്കെ എടുത്തെടുത്ത് മാറ്റി വെക്കുകയാണ്. ബൾക്ക് ഓർഡർ കുറച്ച് കിടപ്പുണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുക. അതേ നോക്കിക്കേ, കണ്ടോ, ഇതിലും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും പൂത്തുകൊണ്ടിരിക്കുന്ന ബ്ലൂബെറിയാണ് കേട്ടോ. അല്ലാതെ സീസൺ നോക്കിയിട്ടല്ല, ചൂടുള്ള കാലാവസ്ഥയിലും ഒക്കെ കഴിക്കും. നല്ല റിവ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കുറേ പേർക്ക് നമ്മൾ കൊടുത്തവരെല്ലാവരും തന്നെ ഒത്തിരി പേര് നല്ല ഭംഗിയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു തരുന്ന അതേ രീതിയിൽ തന്നെ വെക്കണം. ചകിരിച്ചോറ് മാത്രം മതി കേട്ടോ ഇത് വളരാനായിട്ട്. കണ്ടോ, നോക്കിക്കേ, ഇത് രണ്ടും അങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്. ചകിരിച്ചോറ് മാത്രം മതി. അപ്പോൾ നിങ്ങൾ pH നോക്കണ്ട, വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ചെറിയ അളവിൽ വളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ നിങ്ങളുടേതായ രീതി ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ രീതി ഒന്ന് നോക്കാം, പരീക്ഷയ്ക്ക് നിൽക്കണ്ട. അതന്നെ നന്നായിട്ടുണ്ടാകും കേട്ടോ. നല്ല അടിപൊളി ചെടികളാണ്. സാധനം ആവശ്യമുള്ളവർ പറഞ്ഞോളൂ. അതെ, സാധനം റെഡി, അവൈലബിൾ ആണ്, റെഡി ടു ഡിസ്പാച്ച് ആണ്. എത്ര വേണേലും അയച്ചു തയ്യാറാണ്. ബ്ലൂബെറി ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഒത്തിരി നാളായി അവധി എല്ലാവർക്കും അവധി കഴിഞ്ഞ് എല്ലാവരും കയറിപ്പോരും. അപ്പോൾ പുതിയതായിട്ട് ബ്ലാക്ക്ബെറി വേണ്ടവർ വിളിച്ചോ. അടിപൊളി സൂപ്പർ വെറൈറ്റി ആണ് കേട്ടോ. ഇതിനൊന്നും പറയാനില്ല. ഞങ്ങൾ ഒത്തിരി നാളുണ്ട് നോക്കിയിരുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ